friends, welcome back to our channel. So guys, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലൈൻഡ് ബാഗ് പാക്കിംഗ് ആണ്. അപ്പോൾ ബ്ലൈൻഡ് ബാഗ് ഓപ്പണിംഗ് ഉണ്ടാവും, പാക്കിംഗ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ബ്ലൈൻഡ് ബാഗ് നമ്മൾ പാക്കിംഗ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, ഇത് നമ്മൾ ഫസ്റ്റത്തെ ബ്ലൈൻഡ് ബാഗാണ്, കേക്ക് ബ്ലൈൻഡ് ബാഗ്. സോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ ബോബ ബ്ലൈൻഡ് ബാഗ്, ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് നമ്മൾ രണ്ടാമത്തെ ബ്ലൈൻഡ് ബാഗ് കേട്ടോ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ബ്ലൈൻഡ് ബാഗ്. അപ്പോൾ ഇന്ന് ഈ ഒരു ബ്ലൈൻഡ് ബാഗിൽ നമ്മളിന്ന് പാക്ക് ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ. അപ്പോൾ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ ഇടണമായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ കവറിങ്ങിന് ഒരു A4 ഷീറ്റ് വേണം കേട്ടോ. സോ ഇതാണ് നമ്മുടെ ബോബ ബ്ലൈൻഡ്. ഇവിടെ കുറച്ച് കുളമായിട്ടുണ്ട്. നമ്മളുടെ കളറൊന്നും കുറച്ച് മാറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ കളർ എടുക്കണമെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഒരു കുഞ്ഞ് മാറില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഇത് പാക്ക് ചെയ്യാൻ നമുക്ക് ഇത് ഓപ്പണിൽ വീഡിയോ വരുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ പാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു സാധനം ഫസ്റ്റ് ഇടാൻ പോകണം. അത് എന്താണെന്ന് വെച്ചാൽ സ്കുഷിയാണ് ഗൈസ്, നമ്മളുടെ ബോബ സ്കുഷി. അപ്പോൾ ഈ സ്കുഷി അതിൽ എല്ലാത്തിലും സ്കുഷി ഉണ്ടാവും കേട്ടോ ഗൈസ്. ഈ ബ്ലൈൻഡ് ബാഗിൽ നമ്മൾ സ്കുഷിയാണ് കാര്യമായിട്ട് ഉണ്ടാവുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബോബ ബ്ലൈൻഡ് ബാഗിൽ നമ്മൾ സ്കുഷിയാണ് വയ്ക്കുന്നത്. അപ്പോൾ സ്കുഷി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോബയുടെ എടുത്ത് അവിടെ സ്കുഷി വെക്കണം. നമുക്ക് ഈ ഒരു ബോബ ഇങ്ങനെ സ്കുഷി ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാം. സോ നെക്സ്റ്റ് വയ്ക്കണത് ഒരു ബോബ സ്റ്റിക്കറാണ് ഗൈസ്. ഇത് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് പണിയാണ് എടുക്കാൻ, ബട്ട് ഹവർ എടുക്കാൻ പറ്റും. സോ ഗൈസ്, ഇത് ആർക്കാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കേണ്ടത് എനിക്കറിയില്ല. ഇത് ഏതായാലും ഒരു ഗിഫ്റ്റ് പോലെയാണ് ഗൈസ്. ബ്ലൈൻഡ് ബാഗ് എന്ന് പറയണ ഗിഫ്റ്റ് പോലെ കണ്ടോ ഗൈസ്. ഇതാണ് നമ്മളുടെ സ്റ്റിക്കർ, ബോബ സ്റ്റിക്കർ. അപ്പോൾ ഈ ബോബ സ്റ്റിക്കർ നമുക്ക് ഇതിൽ വയ്ക്കാം. അപ്പോൾ എല്ലാത്തും കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. നമ്മൾ ഇനി വേണം നമ്മളിങ്ങനെ ഓരോ സാധനം ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകും നമ്മളുടെ സ്റ്റിക്കർ, ബോബ സ്റ്റിക്കർ. അപ്പോൾ ഇത് ഈ ഒരു സാധനം എല്ലാത്തിലും ഉള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് കളറാണ് അല്ലെങ്കിൽ ഏത് ഡിസൈനാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഇതിലുണ്ടാവും. അപ്പോൾ ഇതിൽ എനിക്ക് എപ്പിക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, യു ഗോട്ട് അങ്ങനെ. സോ ഗൈസ്, ഇത് അപ്പോൾ ഇതാണ് നമ്മളുടെ ബോബ ബ്ലൈൻഡ് ബാഗ് എന്ന് പറയുന്നത്. ഇതിന് ഇവിടെ ഒരു സെല്ലോ ടാപ്പ് എടുത്ത് ഒട്ടിക്കാണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇത് നമ്മളുടെ കേക്ക് ബ്ലൈൻഡ് ബാഗാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ഇതിൽ കൂടുതൽ ഇതിൻ്റെ ഔട്ടർ കവർ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിനോട് ചോദിച്ചു നോക്കിയാൽ അവർക്ക് ഇഷ്ടപ്പെട്ട കേക്ക് തന്നെയാണ്. കേക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ കേക്ക് എനിക്കിതിൻ്റെ മേലത്തെ ഡിസൈനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് കേക്ക് ഇതിൻ്റെ ഉള്ളിൽ കപ്പ് കേക്കിൻ്റെ സ്ക്വിഷ് ചെയ്യാനുള്ള ഗൈസ്. അപ്പോൾ അത് ഈ കേക്കിൻ്റെ ബാക്കിലാണ് നമുക്ക് ഈ കേക്ക് സ്ക്വിഷ് ചെയ്യാൻ പറ്റും. ഒരു കേക്ക് നല്ല ഡിസൈൻ എടുത്തിട്ടുണ്ട്, നല്ല രസമാണ്. അപ്പോൾ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയതായ കൺഫ്യൂഷൻ കുറേ പേർക്ക് ഉണ്ടാവും. എന്നാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കേട്ടോ, നല്ല രസമാണ് ഉണ്ടാക്കിക്കുവാണെങ്കിൽ. സോ ഇവിടെ ഞാൻ 2 ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് 2 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ കണ്ടോ, ഇതാണ് ഇതിൻ്റെ ബാഗ്, ഇതാണ് ഇതിൻ്റെ ബാഗ്. അപ്പോൾ എല്ലാത്തിൻ്റെ ബാക്കിൽ കളേഴ്സ് അത് വേണം. അപ്പോൾ ഈ ബ്ലൈൻഡ് ബാഗിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ വേണം എന്ന് വെച്ചാൽ ഉള്ളിൽ നമുക്ക് സ്കുഷി ഉറപ്പാണ്, അതേപോലെ തന്നെ യു ഗോട്ട് അത് വേണം. പിന്നെ ഇത് എനിക്കിതിൽ ഈ ബ്ലൈൻഡ് ബാഗിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറയുന്നത് മുമ്പത്തെ ഈ പിക്ചർ ഉണ്ടാവില്ലേ, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക. കാരണം ഇവിടെ അതിൻ്റെ ടോപ്പിക്ക് ഇവിടെ ഒരു പിക്ചറിൻ്റെ പേരുണ്ടാവും. ഇവിടെ പിക്ചറിൻ്റെ പേരുണ്ട്. ഭയങ്കര രസമാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ സ്കുഷീസാണ് തുടങ്ങിയത് ഗൈസ്. ഭയങ്കര രസമുള്ള സാധനമാണ്, ഒരു മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നമുക്ക് ഇത് സ്റ്റാപ്ലറല്ല, ഇത് സെല്ലോ ടാപ്പ് എടുത്തിട്ട് ഇത് ഓപ്പണിങ് ചെയ്തൊരു സ്പെഷ്യൽ വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.